ബാബേ കാക്ക ഐഫോൺ വാങ്ങി വരാം. കാക്ക ഐഫോൺ ബാബക്ക് ഐഫോൺ വേണോ? ബാബക്ക് കാർ വേണോ? ഐഫോൺ 12 Pro. കാക്ക ഐഫോൺ 12 Pro വാങ്ങി തരാം. നമുക്ക് രണ്ടാൾ കൂടി സെൽഫി എടുക്കട്ടോ. എന്നിട്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. സോ ഇന്നാണ് ആ ദിവസം. ഓക്കെ, ഇന്ന് നമ്മൾ നേരെ ലുലുലേക്കല്ല ഒബ്രോ മോളിലേക്കാണ്. കാക്കകൾ നല്ലോണം കരയുന്നത്, എന്തൊക്കെയോ വിരുന്നാരികൾ വരാണ്ട്. അങ്ങനെയാണല്ലോ പഴയ ആൾക്കാർ പറയാറ്. നമ്മൾ പുതിയ ആൾക്കാരല്ലോ. ഓക്കെ, ഇനി അതും വിശ്വാസമില്ല. ഇനി നമുക്ക് ഒബ്രമാളിൽ പോകണം, ഐഫോണിൽ എടുക്കണം. നിമ്മനെയും അനിയത്തിനും കൊണ്ടുപോകുന്നില്ല, രണ്ടാളും കൊണ്ടോ. എൻ്റെ പ്ലേ മൊത്തം പോകാറ്. അതുകൊണ്ട് രണ്ടാളും ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഞാൻ മാത്രം ഒബ്രമാളിൽ ഇപ്പം തന്നെ പോകും, ഇപ്പം തന്നെ എടുക്കും, ഇപ്പം തന്നെ വാങ്ങുക. ഇനി ഇത് മാറ്റി വെച്ചാൽ ഇനി ഒരു കാലത്തോ വാങ്ങാറുണ്ടാവില്ല. സോ ലെറ്റ്സ് ഗോ, ലൈക്കടിക്കും. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ OnePlus 7 Pro ആണ്. ഇത് നോക്കിയാൽ തന്നെ മൊത്തം പണി ആയിന് ഗൈസ്. ഞാൻ ഭയങ്കര റഫായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഒരു പടക്കം പൊട്ടിക്കുമ്പോൾ അതിൻ്റെ എടുത്ത് വെച്ച് പൊട്ടിച്ചാണ്. നിങ്ങൾ കണ്ടൊരു മത്താപ്പോ അങ്ങനെ എന്തോ സാധനം നമ്മൾ ചെറുതായിട്ട് പൊട്ടിയൊക്കെ ചെയ്ത ഫോൺ. അതുകൊണ്ട് തന്നെയാണ് ഇത് എന്തായാലും മാറ്റാന്ന് പറയണം. ഓക്കെ ലെറ്റ്സ് ഗോ. സ്റ്റിൽ ഇത് അടിപൊളി ഫോണാണ്, വേറെ ലെവൽ ഫോണാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓക്കെ ഇത് പൊളിക്കും ഗൈസ്. ഇത് നമുക്ക് എന്തോ ഒരു ഡെലിവറി ഉണ്ടെന്ന് തോന്നുന്നു. മെനിഞ്ഞാന്നുണ്ടോന്നാ? മെനിഞ്ഞാന്ന് സെക്യൂരിറ്റിനെ കൊടുത്താണ്. ഞാൻ കുറച്ച് തിരക്കിലാണ്, എനിക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചില്ല. ചോക്കോ ഹട്ട് എന്നാണെന്ന് തോന്നുന്നു. എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് ആദ്യം ഐഫോൺ വാങ്ങാത്ത നമ്മൾ അൺബോക്സ് ചെയ്യില്ല ഗൈസ്. ഓക്കെ, ആദ്യം ഐഫോൺ അൺബോക്സ് ചെയ്ത ശേഷം വീട്ടിലെത്തിയതിനു ശേഷം നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലെത്തി. ഇനി നമുക്ക് വണ്ടി ഓഫ് ആക്കാം, മല്ല നമ്മളുടെ ഐഫോൺ വാങ്ങാൻ പോകാം. ഇനി ഇവിടെ ഐഫോൺ സ്റ്റോർ തുറക്കൂലേ, അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഞാനിപ്പോൾ എന്ത് സാധനം വാങ്ങാൻ പോയാലും, അതായത് നമ്മൾ ആഗ്രഹിച്ചിട്ട് എന്ത് സാധനം വാങ്ങാൻ പോയാലും അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. ചിലപ്പം തുറക്കൂല, ചിലപ്പം ഹർത്താലായിരിക്കും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ എന്തായാലും വാങ്ങും. ഇവിടെ തുറന്നില്ലെങ്കിൽ ലുലുമാളിൽ പോലും ലുലിഞ്ഞ് അടച്ച് പൂട്ടി ബന്ധാക്കിയാൽ നമ്മൾ വേറെ എവിടെ നിന്നെങ്കിലും ഇന്ന് അത് വാങ്ങിയിരിക്കും ഗൈസ്. കാരണം ഞാൻ ഇമ്മനി അനിയത്തിന് കൂട്ടാതെ പോകുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. പിന്നെ ഞാനിപ്പോൾ അത് ഐഫോൺ വാങ്ങണമെന്ന് വിചാരിച്ചു പറഞ്ഞാൽ നമ്മൾ ഈ ഫോണ് താൽക്കാലികമായി എന്താ പറയുക, എൻ്റെ അനിയത്തി കൊടുക്കുക. കാരണം ഇത് ബാക്കിൽ കുറേ സ്ക്രാച്ച് ഒക്കെ വീണ് മൊത്തം ഷോക്കായി. ഇത് ഒരിക്കലും കൊടുക്കില്ല, ഒരിക്കലും വേറെ ആൾക്കും കൊടുക്കില്ല. കാരണം നല്ലൊരു ഫോണാണ്. സ്റ്റിൽ OnePlus 7 Pro ആണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫോൺ. കാരണം 90 Hz ഡിസ്പ്ലേ, വേറെ ലെവൽ സാധനമൊക്കെയാണ്. പക്ഷെ കുറേ ആയില്ലേ ഞാൻ ഐഫോൺ ഒരിക്കലും എടുക്കില്ല വിചാരിച്ചായിരുന്നു ഈ വർഷത്തെ. പക്ഷെ എന്ത് ചെയ്യാൻ, എന്തായാലും ഫോൺ മാറ്റണം. അപ്പോൾ OnePlus 8 എടുക്കാൻ കുറേ ആൾക്കാർ പറഞ്ഞ്. അപ്പോൾ അതിനെക്കാട്ടി നല്ല എന്തായാലും ജസ്റ്റ് ഒന്ന് iOS-ലേക്ക് ഒന്ന് മാറി വെക്കാം. iOS മാത്രം ഉപയോഗിക്കട്ടോ. ഇതും അതുകൂടി ഒരിക്കലും ഉപയോഗിക്കില്ല, iOS മാത്രം ഉപയോഗിക്കാൻ നോക്കുകയാണ്. ലെറ്റ്സ് ഗോ. ഒബ്രമാൾ പിന്നെ എപ്പോഴും ഭയങ്കര സൈലന്റ് ആട്ടോ. ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല കുറച്ചോനെ. ഓക്കെ, കാരണം ആൾ കുറവായതുകൊണ്ട് തന്നെ നല്ലത്. കാരണം എപ്പോഴും കറണ്ട് കുറവാവില്ല വർക്ക് ചെയ്തത്. സോ നമ്മുടെ സ്റ്റോർ അവിടെ നിന്ന് കണ്ടിരിക്കണം. ഏതെങ്കിലും ഐഫോൺ 12 വാങ്ങാൻ പോയാൽ ഞാൻ ഐഫോൺ 12 Pro വാങ്ങിയിട്ടാണ് വരുന്നത്. സോ വീട്ടിലെത്തിയിട്ട് ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. വേറെ ഒന്നല്ല, ഞാൻ ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് തോന്നി. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഫണ്ട് എൻ്റെ ഉമ്മൻ്റെ ബാങ്കിൽ നിന്ന് എൻ്റെ ബാങ്കിലേക്ക് 12-ന്റെ കറക്റ്റ് എമൗണ്ട് എൻ്റെ ബാങ്കിലേക്ക് ആക്കിയിട്ടാണ് പോകുന്നത്. കാരണം ഉമ്മൻ്റെ ഫോൺ നമുക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻ്റെലാണ് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ 12 Pro ആണ് പറഞ്ഞു. പിന്നെ എൻ്റെ ഫണ്ടില്ല ഗൈസ്, ഐ ആം ട്രാപ്ഡ്. അങ്ങനെ ഞാൻ എൻ്റെ മാനേജറെ ചെക്കന്മാരൊക്കെ വിളിച്ച് എൻ്റെ ഫണ്ട് എൻ്റെ ഈ ബാങ്കിലേക്ക് തന്നെ വേണം. ഓക്കെ, എൻ്റെ വേറെ ഇഷ്ടം പോലെ ബാങ്ക്. സോ അതൊക്കെ വേറെ ഒന്നിന് ATM കാർഡും ബേബി കാർഡൊക്കെ ഡിസേബിൾഡ് ആണ്. സോ ഈ ബാങ്കിലേക്ക് എന്നെ ആക്കിപ്പിച്ച് കുറച്ച് കഷ്ടപ്പെട്ട് എന്നാലും സാധനം എടുത്ത് ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ എടുക്കാതെ പോരേണ്ടി വരുമായിരുന്നു. സോ സംഭവം എന്തായാലും കിട്ടി. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് അൺബോക്സ് ചെയ്യണം. ഇതിന്റെ ചാർജർ എൻ്റെ iPad Pro-ന്റെ ആണുള്ളത്. സോ അത് ഇതിൽ വർക്ക് ആവോ നോക്കണം. അല്ലെങ്കിൽ ഞാൻ പുതിയ ചാർജർ വേറെ വാങ്ങണ്ടേ. ഏകദേശം 4 ഉറുപ്പിക ഇട്ടാണ് തോന്നുന്നത് അതിന്റെ ഒറിജിനൽ. ഓക്കെ, എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം ഗൈസ്. ഞാൻ ഷോർട്ട് കട്ട് എടുത്തതായിരുന്നു, ബ്ലോക്കാണ്. എന്റെ ഷോർട്ട് കട്ട് മൊത്തം ബ്ലോക്കിലാണല്ലോ അവസാനിക്കുന്ന പടച്ചോനെ. അങ്ങനെ നമ്മളിത് വീട്ടിലെത്തിരിക്കുകയാണ് സഹോദരന്മാരെ. ഡ്യൂട്ടി ഓൺ റോക്കിംഗ് മോഡ് ഇതാ വരുന്നുണ്ട്. ഡ്യൂട്ടി പോയാ അടി തുറക്കടി, തുറക്കടി. ഗേറ്റ് അടച്ചിട്ട് കിണക്കൂരിട്ട് ആരൊന്നാലും ഗേറ്റ് അടിച്ചിട്ട്. എന്റെ പൊന്നെ, നമ്മളിതാ കുറച്ച് കോഴിമുട്ട വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ഐഫോൺ, oh my god, yes ഐഫോൺ. ഇത്രയും ചെറിയ സാധനം കഴിഞ്ഞാൽ ഏതാ സൈക്കോ, ഇത്രയും ചെറിയ സാധനം. ഓലി സ്മോക്ക്. ഡ്യൂഡിക്ക് ബർത്ത്ഡേ സർപ്രൈസിങ് ഗിഫ്റ്റ് ആയിട്ട് ഐഫോൺ 12 Pro കൊടുക്കുന്നില്ല. നമ്മൾ ഡ്യൂഡിക്ക് ഞാൻ വേറെ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ ശ്രമിക്കുള്ള ബർത്ത്ഡേ. എനിവേ നമുക്ക് ഇന്ന് നമ്മുടെ ഐഫോൺ 12 Pro അൺബോക്സ് ചെയ്യാം. എന്താണ് ഈ ബോക്സ് ആണ്, ഐഫോൺ മനസ്സിൽ പോലാവുന്നില്ല. അതെ, ഭയങ്കര ഇത് ഇവിടെ തന്നെ വെച്ചിട്ട് കാണില്ല ഗൈസ്, അത്രയും ചെറിയ. സോ ഇനി ഇതിന്റെ അൺബോക്സ് ഇത് ബ്ലൂ വേരിയന്റ് ആണെന്നാ തോന്നുന്നത്. സോ ബ്ലൂ ആണ്. സോ നമുക്ക് നോക്കാം. OnePlus ബ്ലൂ, കാറും ബ്ലൂ.
ഐഫോൺ 12 പ്രോ ഇവിടെ എത്തിയിട്ട് 12 പ്രോ മാക്സ് അല്ല ഐഫോൺ 12 പ്രോ ബ്ലൂ ആണ്. സോ ഓക്കെ ഗ്ലാസ് ഒന്നുമില്ല, ഇത് മാറ്റ് ഫിനിഷ് ആയി. സോ അൺബോക്സ് ചെയ്യാണ്. ഓക്കെ ഇതിൻ്റെതാ അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞ് 2-3 പ്രാവശ്യം പേടിക്കാൻ പോയതാ. അവിടുന്ന് കണ്ട് മടുത്ത് നോക്കി നോക്കി ഞാൻ വാങ്ങാൻ പോകും. പക്ഷെ ഞാൻ വാങ്ങാൻ പോണ സാധനം അവിടെ ഉണ്ടാവില്ല. നോക്കണ്ട ഞാൻ ആദ്യം എടുക്കും. പിന്നെ ഞാൻ അൺബോക്സ് ചെയ്യുന്നത് എനിക്ക് നോക്കാനല്ലേ. ശരി സോറി കണ്ടോ ക്യാമറ എന്ത് വെറുപ്പിക്കല. സോ ഇതാണ് ഫോണ്. ചാർജറിന്റെ ഇതില്ലട്ടോ നമുക്ക് നമ്മളെ ഐപാഡ്. സോ ഞാൻ ഐഫോണിന്റെ 5 അതുപോലെ തന്നെ 4S ഒക്കെ ഉപയോഗിച്ച എനിക്ക് ഇങ്ങനത്തെ ഡിസൈൻ എനിക്ക് പേഴ്സണലി ഇതിന്റെ ഇഷ്ടം. ഹോളി സ്മോക്ക് 3 ക്യാമറ ആദ്യം എടുത്ത് ആർക്കാണോ സ്റ്റിക്കർ ഏതാ സാധനം പൊളി അല്ലേ? ഒരു അടിപൊളി സാധനം. ചെറുതല്ലേ പിന്നെ 2 അതിലേത്? ഇത് ഐഫോൺ 12 പ്രോ. എനിക്ക് പ്രോ അതൊന്ന് പറഞ്ഞു 3 ചെറുതല്ല. ഇത് ഐഫോൺ 12 പ്രോ. ഓക്കെ 12 പ്രോ മാക്സ് ഇതിന്റെ വലുത്. അതുപോലെ തന്നെ ഇതിൽ മറ്റേ സെൻസറും കാര്യങ്ങളൊക്കെ നമ്മളെ എന്താ പറയാ ഐപാഡിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. സോ ജസ്റ്റ് ഓണാക്കല്ലേ? പിന്നല്ല ഞാൻ ഓണാക്കണക്ക ഐശ്വര്യമുള്ള ഇത് കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഇതാണ് കറക്റ്റ്. മറ്റേ കുറച്ചുകൂടി വലിപ്പുണ്ട്, അതുകൊണ്ട് അത് സുഖം ഉണ്ടാവില്ല. ബ്ലൂ ആട്ടോ, ബ്ലൂ ആണ് ഇറങ്ങിയതിൽ വെച്ച് ബ്ലൂ ആണ് കുറച്ചുകൂടി രസം. ഓക്കെ ഹലോ 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 OnePlus ആണ്. OnePlusഉം ബ്ലൂ ആണ്, കാറും ബ്ലൂ ആണ്. ഇനി വാങ്ങണ മൊത്തം ബ്ലൂ ആക്കിയല്ലോ ഞങ്ങള്. OnePlus ഇത് നെബുല്ല ബ്ലൂ എന്ന് പറഞ്ഞ ബ്ലൂ ആട്ടോ. എന്താ സംഭവം അറിയില്ല. സംഭവം ഫസ്റ്റ് ഇംപ്രഷൻ കണ്ട് നോക്കട്ടെ. സെറ്റാണ്, ഞാൻ ഒരുപാട് കണ്ടോണ്ട് എനിക്ക് പ്രശ്നമില്ല. ഇത് പെട്ടെന്ന് പോയില്ല. എക്സ്പ്രഷൻ എന്തിനാ ആവശ്യമില്ല. ഞാൻ നോക്കട്ടെ. എന്റെ കയ്യിൽ ഓൾറെഡി എല്ലാ സാധനവും വെക്കേണ്ടത് വാങ്ങിക്കൊണ്ട നല്ല അങ്ങോട്ടോട്ട് നീക്കോട് കൊണ്ട. എന്തേ ഫിംഗർ പ്രിന്റ് ഒന്നും ഇല്ല. പിന്നെ മോളെ ഒന്നും ഒട്ടിച്ചിട്ടും കൂടില്ല. ഞാനിപ്പം തന്നെ പോയിട്ട് അതിന്റെ ഇത് ഇട്ടെ. കാരണം നമ്മൾ പെട്ടെന്ന് സ്ക്രാച്ച് വരും. ഞാനാണെങ്കിൽ ടിഷ്യൂ പറഞ്ഞ് വെക്കുന്ന ആൾക്കാരെ ഇങ്ങനെ നോക്ക്. മൊത്തം ആരോഗ്യം ഞാനിത് മൊത്തം ഇങ്ങനെ കുറ്റങ്ങളും ഒക്കെ കണ്ടിരിക്കും. ഓക്കെ ലെറ്റ്സ് ഗോ. ഗതപ്പ ഹലോ. പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗതപ്പ ഫേസ് ഐഡി വരെ എത്തി ഇല്ലേ? ഞങ്ങളെ ഫേസ് ഐഡി കണ്ടിന്യൂ ഫേസ് ഐഡി. ഓക്കെ സ്റ്റാർട്ട്. എന്റെ ഫേസ് വെക്കണോ? എന്റെ ഫേസ് എന്റെ കൂടി വെക്കട്ടെ? വേണ്ട, എന്റെ വേണ്ട. എന്റെ വെച്ച പ്രശ്നമാണ്, മനസ്സിലായത്. നീ ഇടക്കിടക്ക് എടുത്ത് കളിച്ചാലോ? അല്ലെങ്കിൽ നിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവുള്ളൂ. എങ്ങനെ നിന്റെ കയ്യിലുണ്ടാവുന്നു? ശരി നമുക്ക് കാണാം. നമുക്ക് കാണാം. ഓക്കെ ഫേസ് ഐഡി കംപ്ലീറ്റ് ആയി. സോ കണ്ടിന്യൂ. ഓ ക്രിയേറ്റ് എ പാസ്വേഡ് കാണുന്നില്ല, ഫുൾ വൈറ്റ് ആണ്. കുഴപ്പമില്ല, ക്രിയേറ്റ് എ പാസ്വേഡ്. പാസ്വേഡ് വെച്ചിട്ട് വരാം. ഓക്കെ നീ പാസ്വേഡ് വെച്ച് എനിക്ക് എന്താ എല്ലാ പരിപാടിയും കഴിഞ്ഞ് സ്വൈപ്പ് അപ്പ് ചെയ്യാൻ സ്വൈപ്പ് അപ്പ്. ഓ നോ സിം. ഓക്കെ നമുക്കൊരു സിം ഇടണം. സോ ഗതപ്പോ ഞാൻ എന്റെ സിം അങ്ങനെ OnePlus 1.5 വർഷം ഞാൻ OnePlus ഉപയോഗിക്കുന്നു. സോ അങ്ങനെ നമ്മുടെ സിം OnePlus നിന്നും ഐഫോണിലേക്ക് മാറ്റാൻ പോവാണ്. സോ ഈ ഐഫോണും ഐപാഡൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഒന്ന് നടന്നു നോക്കട്ടെ എന്താ സംഭവം. അപ്പൊ ഇരിക്കുന്നില്ലേ നടക്കിങ്ങനെ കുഞ്ഞോളെ ചളികൾ വേണ്ടി പിന്നാടാ. ഓ ഇതെങ്കിലും ഒരു ഫ്രീ ആയിട്ട് തരുന്നുണ്ടല്ലോ. താങ്ക് യു സോ മച്ച് ആപ്പിൾ. ഓക്കെ ഞാനിത് തെരഞ്ഞെടുക്കായിരുന്നു. ആപ്പിൾ എനിക്ക് ഫ്രീ ആയിട്ട് തരണം. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി കൂട്ടണം കേട്ടോ. ഇതും കൂടി പോക്കണോ? എന്നാലും നമുക്ക് കൂടുതലാക്കാൻ കഴിയുള്ളൂ. ഇനി എന്തൊക്കെ കുറ്റങ്ങൾ ഇതിൽ പറയാണ്ട്. എനിക്ക് ഇതിന്റെ പേര് ചാർജർ എന്റെ ഇത് കിട്ടില്ല, ചാർജറിന്റെ സാധനം കിട്ടില്ല. മാത്രല്ല ആർക്ക് കിട്ടുന്നില്ല, സാധനം മാത്രമേ നമുക്ക് ഐപാഡ് ഉണ്ടായിട്ട് രക്ഷയിട്ടല്ലേ ചാർജ് വേറെ. ആപ്പിൾ പറഞ്ഞു വെച്ചാൽ സേവ് അവർ എൻവയോൺമെന്റ്. നമ്മുടെ നമ്മുടെ എൻവയോൺമെന്റ് രക്ഷിക്കാനാണ് അവര് ഈ ഒരു എന്താ പറയാ ചാർജർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. പക്ഷെ
അവർ ചെയ്ത പണി ഉണ്ടല്ലേ ഈ സീപ്പോർട്ടാണ് കൊടുത്തത്. അതിന് സീപ്പോർട്ട് കാരണം ഒരു വീട്ടിൽ ഒരാൾക്കാർക്കും ഇല്ലാത്തതാണ്. ഐഫോൺ യൂസ് ചെയ്യാത്തവർക്കൊന്നും സീപ്പോർട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായി, എന്റെ ഐപോഡ് ഉണ്ടായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ 2000-3000 രൂപ കൊടുത്തിട്ട് ഒരു പുതിയ ചാർജർ വാങ്ങണമായിരുന്നു. ഓ എന്താല്ലേ what a business this is business save environment, this is not business. Bro പൊട്ടിക്കോ? കിട്ടി. ഓക്കെ where is my phone? അങ്ങനെ 1.5 വർഷത്തിന് ശേഷം നമ്മുടെ OnePlus നിന്നും സിം ഊരുകയാണ്. ഓക്കെ, നമ്മളെ സിം അങ്ങനെ 2 സിം ഞാൻ യൂസ് ചെയ്യുന്നു കേട്ടോ. 2 കൂടി പോട്ടെ. യെസ്, അങ്ങനെ ഒഫീഷ്യലി നമ്മളുടെ സിം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. സോ നോക്കാം. റേഞ്ച് ഒക്കെ വരുന്നുണ്ട്. റേഞ്ച് വരുന്ന ആദ്യമായിട്ടാണ് അല്ല. ഓക്കെ, സംഭവങ്ങളൊക്കെ തെറ്റാ. ഞാൻ എന്റെ ഉമ്മനൊന്ന് വിളിച്ചോട്ടെ ഗൈസ്. ആദ്യം തന്നെ ഞാൻ എന്റെ ഉമ്മനാണ് വിളിക്കുന്നത്. ഞാൻ ഏത് ഫോം വാങ്ങിയാലും എന്റെ ഉമ്മനാണ് ആദ്യം വിളിക്കുക. എന്നാൽ മാത്രം ഫോൺ കുറച്ചു കാലം നീണ്ടു നിൽക്കുള്ളൂ. ഒരു വിശ്വാസം. ഇതിപ്പോ ഞാൻ ഫോണൊക്കെ സെറ്റ് ചെയ്ത് കണ്ടല്ല, സുന്ദര കുട്ടപ്പനായി നിൽക്കുന്നുണ്ട്. ചെറിയൊരു ചൂടുണ്ട്, അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും. നോ ഐഡിയ. ഓക്കെ, സോ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കണ്ടില്ല. യൂട്യൂബ് എത്രയാണ് നോട്ടിഫിക്കേഷന്? 6,32,000. എന്റെ അമ്മ 3200. ചെറിയ നോട്ടിഫിക്കേഷൻ ഉണ്ട് കൈസ്. കണ്ടില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നിസ്സാരം. ഇതിപ്പോൾ ഐഫോൺ കുറച്ച് നേരം യൂസ് ചെയ്ത് നോക്കി, നല്ലോണം ചൂടാവുന്നുണ്ട്. ചൂട് പോയിക്കില്ല. ഞാൻ ഫസ്റ്റ് ഒരു ഇതാവണ്ടായിരിക്കും കുറെ ഫോട്ടോ ഒക്കെ എടുത്തില്ല. സോ കണ്ടില്ല, ഏകദേശം 6,00,000 സംതിങ് നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. സോ താങ്ക് യു യൂട്യൂബ്. എന്റെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞാൻ ഐഫോണിലൊക്കെ ആക്കിയിട്ടുണ്ട്. മൊത്തം റെഡി ആയി കഴിഞ്ഞ് ഇനി ഞാൻ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. എന്തായാലും ഇന്ന് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കുറെ കുറ്റങ്ങളും കുറെ നല്ലതും കുറെ കുറവൊക്കെ ഉണ്ടാവും. ഞങ്ങൾ കുറച്ച് സെൽഫീസ് എടുത്തിട്ട് ജസ്റ്റ് എന്തായാലും കാണിച്ചു തരാം. പിന്നെ കൈമന്ന് വേഗം സ്കിപ്പായി പോകുന്നുണ്ട് കേട്ടോ. നല്ല സ്കിപ്പാണ്. എന്തായാലും ഇതിന്റെ മുകളിൽ എന്തായാലും ഒരു എന്തെങ്കിലും പറയാ കവറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ സാധാരണ വാങ്ങിയിട്ടാറില്ല. പക്ഷെ 1,19,000 സാധനം കൈസ്. റിസ്ക് എടുക്കാൻ താല്പര്യം തീരെയില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞ ശേഷം കവറൊക്കെ ഊരിട്ടിട്ടോ. വേറെ കാര്യം, നമ്മൾ ഒന്ന് കംഫർട്ട് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് ആ ഫോൺ അങ്ങനെ തന്നെ ആയിരുന്നു. 2 ആഴ്ച വരെ ഇങ്ങനെ വാവേ ഓക്കെ. എനിവേ നമുക്ക് ഇതിന്റെ ഫുൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ പിന്നെ കാണാല്ലേ. നാളെ മറ്റന്നാളൊക്കെ റിവ്യൂവും കാര്യങ്ങളും മൊത്തം സെറ്റ് ചെയ്താൽ. എന്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ ഞാനൊരു ആൻഡ്രോയിഡ് യൂസറാണ്. സോ ആൻഡ്രോയിഡിൽ നിന്നും 90 Hz നിന്നും 60 Hz വന്നും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് ഞാൻ പറഞ്ഞു. ഓക്കെ, നാളെ വൈകുന്നേരം 5 മണിക്കാണ്. See you guys, peace.